നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് ദോശയാണ്. ഒരു സ്പെഷ്യലായിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1-1.25 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. വീട്ടിലെ അംഗങ്ങളനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു അല്പമായിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ലൂസാക്കി, കട്ടയില്ലാതെ നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നൊരു കറക്കിയാൽ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്കൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, അല്ലാതെ തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, ഒരു പച്ചമുളക്, അത്ര മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക്, അത് ഓപ്ഷണലാണ് കേട്ടോ. ഞാനപ്പോൾ ഒരു പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് ചതച്ച മുളക് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചൂടാറിയതിന് ശേഷം നമ്മുടെ മാവിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരല്പം കൊത്തിയരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ട് ഒരു 2-2.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതേ രീതിയിൽ ലൂസാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ദോശ തവ വെച്ചെടുത്തിട്ടുണ്ട്. എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചെടുക്കാം. ഒരു 1-1.5 തവി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് നമുക്കിതൊന്ന് ദോശയ്ക്ക് പരത്തുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു വശമൊക്കെ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചുട്ടെടുത്ത് വെച്ചാലും വൈകുന്നേരം വരെ ഇതേ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ദോശയ്ക്ക് കറി പോലും വേണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളിതിൽ സവാളയും പച്ചമുളകും മല്ലിയിലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ദോശ ആ രീതിയിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഒരു തക്കാളി ചമ്മന്തിയോ തേങ്ങ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.